ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇപ്പോൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മറ്റന്നാളാണ് നമ്മൾ അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കോഴിക്കോട്ട് ഞായറാഴ്ച നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും കോഴിക്കോട്ട് പോകുന്നതിന് മുന്നേ ഓനക്കുള്ള ഗിഫ്റ്റ് മേടിക്കാം എസ്എമ്മ പോയിട്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അതാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടാ എൻ്റെ ഹോസ്റ്റലിന് 2 ബസ് കയറണം കേട്ടോ. നമുക്കിപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം നിന്നോടത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ലോങ് ആയി പോയി. അപ്പോൾ മിക്ക ദിവസവും എനിക്ക് പോകാൻ മടിയാണ്. കാരണം 2 ബസ് കയറണ്ടേന്ന് ഓർത്തിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ നേരത്തെ കാലത്തെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ കിളി പോയ പോലെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ഇവിടുന്ന് മാനാഞ്ചിറ ബസ് കയറിയിട്ട് മാനാഞ്ചിറയിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്കുള്ള ബസ് കയറണം കേട്ടോ. അപ്പോൾ കുറച്ച് ഹെവി ആണ്. റോഡ് ഭയങ്കര റഫാണ് കേട്ടോ, റഷാണ്. ഫൈനലി അങ്ങനെ വണ്ടി ഇട്ടിട്ട് ഗൈസ് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം രാവിലെ അല്ലേ, അപ്പോൾ രാവിലെ ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആ നേരത്തെ അപ്പുറത്തെ ചേച്ചിൻ്റെ ക്യാമറയ്ക്ക് ഇങ്ങനെ നോക്കാട്ടോ, ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മാനാഞ്ചിറ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ കട്ട പോയത്. 10 മണിക്ക് ക്ലാസ്സിൽ കയറണം. 10 മണീൻ്റെ മുന്നേ കയറില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് കണ്ടിരുന്നു. ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് പുറത്തായിരുന്നു. ആരിപ്പ തലവിന് നമ്മള് ചായ അടിക്കാൻ വന്നിരിക്കുകയാണ്. സമയം 10:03. ഞാൻ ക്ലാസ് കേട്ടില്ല. അല്ലെങ്കിലേ തലവേനാണ്. ഈ നാളെനൊക്കെ ഒന്ന് പുറത്തിരിക്കേണ്ട അവസ്ഥയായിരിക്കും. ഞാൻ കുടിച്ചു തരാൻ നോക്കിയാ കഴിഞ്ഞു. നമ്മളിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിക്ക് പോവാണ്. അല്ല, ഹോസ്റ്റലിലേക്ക് പോവാണ്. പിന്നെ ഹോസ്റ്റലിൽ കയറിയതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് മാറ്റി ഒന്ന് ക്ലീൻ ആയതിനു ശേഷം എസ്എമ്മക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെയിലൊന്ന് താന്നിട്ട്. അപ്പോൾ ഗിഫ്റ്റ് ഞാനത് ടാബ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം തന്നെ എനിക്ക് കൊടുക്കണ്ട എന്ന് വീട്ടിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഉപകാരപ്പെടണമല്ലോ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂൾ തുറക്കാനായി, അപ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാന്നുള്ളത് കേട്ടോ. എസ്എമ്മിൽ ഏത് ഷോപ്പാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഏതൊരു ഷോപ്പാണ്, ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ ആ ഷോപ്പിൽ തന്നെ 30 രൂപേൻ്റെ കമ്മലാണ് കേട്ടോ ഈ കാണുന്നത്. 30 അല്ല 100 രൂപേൻ്റെ കമ്മലാണ് കേട്ടോ ഈ കാണുന്നത്. എന്തോ രസമാണ് ഗൈസ്. നോക്കും, നമ്മൾ കോഴിക്കോട് വന്നിട്ട് ഈ ഷോപ്പ് കണ്ടിക്കണമെന്നുള്ളത് കമൻറ്റ് ഇടും കേട്ടോ. കാരണം ഈ കാണുന്ന ഹെവി കമ്മൽസിനും ജുംക്കാസിനും ഒക്കെ 100 രൂപ ഉള്ളൂ. നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി സാധനം കിട്ടും. എനിക്ക് ഈ മഞ്ഞ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും അടിപൊളി ഇതാണ് ഗൈസ് ഞാൻ എടുത്ത കമ്മൽ. ബ്ലാക്ക് ആയതുകൊണ്ടാ റേറ്റ്. Guys, we are going to my home off to മലപ്പുറം. നമ്മള് അച്ഛനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കൊണ്ടോട്ടിയുള്ള അറേബ്യൻ മജ്ലിസിലാണ് കേട്ടോ. കൊണ്ടോട്ടി തന്നെയാണെന്ന് തോന്നുന്നത്. കൊണ്ടോട്ടിയാണോ രാമനാട്ടുകാരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ശരിക്കും. പെരി അൽഫാമും കോട്ടർ മന്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടർ ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഒന്നുകൂടി വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല വിശന്നിരിക്കുകയായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒന്നും തിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നോക്കാതാണ്ട് തിന്നു. അറേബ്യൻ മജ്ലിസിത്തെ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് സ്പെഷ്യലി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി റൈസും നമുക്ക് മടുപ്പ് വരാത്ത ഒരു ടൈപ്പ് മന്തി കേട്ടോ. പിന്നെ പെരി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും പെരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നാണ് ഞാൻ കഴിച്ചത്. കുറേ അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ പെരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ അറേബ്യൻ മജ്ലിസിത്തെ ഫുഡ് കഴിച്ചിക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ഇടണേ. ഇനിയിപ്പോൾ നേരെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ നേരെ നാട്ടിൽ പോകുന്നു. നാട്ടിലെത്തുമ്പോൾ തന്നെ കുറച്ച് ഇരുട്ടാവും. അവിടുന്ന് നേരെ അനിയനായിട്ട് പുറത്ത് പോവാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ക്ലാസ് ലീവാക്കാനും വയ്യ. കാരണം മിക്ക ദിവസവും ഞാൻ ലീവാണ് ഇപ്പോൾ ക്ലാസ്സായിട്ട്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മലപ്പുറത്ത് എത്തിയപ്പോൾ നമ്മൾ മിമ്മിക്ക് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് മീൻ കടയിൽ എത്തിയിട്ടോ. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ളൊരു മീൻ ഷോപ്പാണ് ഇട്ടത്. അപ്പോൾ അവിടുന്ന് മീൻ മേടിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. അതിൻ്റെ പൊലി വന്നിട്ട് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ട് നിൽക്കണത്.
ഞാൻ വന്ന സമയത്ത് ആളെന്തോ കളിക്കാൻ വെച്ചാൽ എന്തോ ഒരു മൂഡ് ഓഫിലായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇമ്മ ചീത്ത പറഞ്ഞതാണ്. ഈ ഇമ്മ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുക്കും. പിന്നെ ഞാൻ എന്നോടൊരു പ്രത്യേക കാര്യമാണ് ടച്ചുവിന്. അപ്പോൾ ഞാൻ പറഞ്ഞാലൊക്കെ കേൾക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിട്ടോ, ഓരോന്ന്. അപ്പോൾ മുപ്പത്തേർക്ക് ഇഷ്ടമായിക്കണം എല്ലാതും. ഇവിടെ വീട്ടിൽ ആരെന്ത് കൊടുന്നു കൊടുത്താലും അവനക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ട് അവനക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് കാണിച്ചു തരുമെന്നാണ് ഇപ്പോൾ ചോദിക്കണത്. അങ്ങനെ അവൻ കസാലയിൽ ഇരുന്ന് ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് സൈക്കിൾ എടുക്കാൻ വേണ്ടി നമ്മളെല്ലാരും കൂടി സൈക്കിളാണ്. അത് അവന്റെ കുറെ കാലത്ത് ആഗ്രഹം. അങ്ങനെ വിചാരിച്ചു സൈക്കിൾ എടുത്തു കൊടുക്കാന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണ് കേട്ടോ. സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കേക്ക് കൊടുക്കല്ലോ. അറിയില്ല, അതിന്റെ പ്ലാനിങ് ഒന്നുമില്ല. അപ്പൊ നമ്മള് സൈക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ബിന്ദി ഇവിടെ വീഡിയോ എടുക്കാണ് കേട്ടോ. നമ്മള് നേരെ വീട്ടിക്ക് ഞാൻ ഓൽക്ക് അയച്ചു കൊടുത്തോളാം. കേക്ക് വാങ്ങിട്ടോ. ഇതിന്റെ ചെറുതാണ് വാങ്ങി. അതായത് ഹാപ്പിയാണ് അച്ഛോ. തേണ്ടി നമ്മൾ അവൻ്റെ സന്തോഷത്തിന് ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഹാപ്പി ബർത്ത്ഡേ അച്ചു എന്ന് വേദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തീരെ വയ്യുന്നു കേട്ടോ വ്ളോഗ് എടുക്കാൻ. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്ന വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ അനിയൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ ഉഷാറാക്കിയാൽ പറ്റേട്ടാ.